ഡോക്ടർ, കുട്ടിക്ക് തീരെ വയ്യ. പെട്ടെന്ന് കുഴഞ്ഞു വീഴിയായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വായന്ന് തുറന്നേ. ചേച്ചി, അവളെങ്ങാനും തട്ടിപ്പോവോ? എന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പക്ഷെ കൊലക്കുറ്റത്തിന് നമ്മൾ അകത്ത് പോവില്ലേ? പിന്നെ അതിനെന്താ തെളിവ്? ഈ കുട്ടിക്ക് പോഷകാഹാര കുറവാ. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. കുറച്ചു ദിവസം പട്ടിണി കിടന്ന ലക്ഷണമോ കാണുന്നത്. ഡോക്ടർ എന്താ ഈ പറയുന്നത്? പോഷകാഹാരം ഉൾപ്പെടെ ഈ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ കൊള്ളാവുന്ന ഭക്ഷണവും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ പട്ടിണി കിടക്കുന്നെന്ന് പറയാൻ പറ്റുന്നത്? ലക്ഷണം വെച്ച് ഞാൻ പറഞ്ഞതാ. തെളിയിക്കണമെങ്കിൽ വിദഗ്ധ പരിശോധന തന്നെ വേണ്ടിവരും. എന്തിനാ പരിശോധിക്കുന്നേ? കുട്ടി ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കുകയല്ലേ. ഡോക്ടർ ചോദിച്ചാ പോരെ? മോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. മോൾക്ക് ഇവിടെ ഒന്നിനും കുറവില്ലെന്ന്. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിനും ഒന്നും അകത്തേക്ക് ചെല്ലുന്നില്ല. ഇറച്ചി മീനും ഒന്നുമല്ല ഈ സമയത്ത് ആവശ്യം, പച്ചക്കറികളാണ്. അതിന്റെ ഡെഫിഷ്യൻസി നന്നായിട്ട് കാണുന്നുണ്ട്. തൽക്കാലം ഞാൻ കുറച്ച് ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം. കഴിയുമെങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു ചെക്കപ്പ് തന്നെ നമുക്ക് നടത്തിക്കളയാം. എല്ലാം ഡോക്ടർ പറയുന്ന പോലെ. അന്ന് ഫുഡ് പോയ്സൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നില്ലേ? ആ റിപ്പോർട്ട്സ് ഞാൻ കണ്ടായിരുന്നു. അന്ന് പറഞ്ഞതൊക്കെ കൃത്യമായി പാലിക്കാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ഇനിയെങ്കിലും ഹെൽത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഹലോ ഡോക്ടർ. ഡോക്ടേഴ്സിനും ചില പരിമിതികളൊക്കെ ഉണ്ട്. മരുന്നിനും ഡോക്ടേഴ്സിനും അപ്പുറം പേഷ്യന്റിന്റെ മനോഭാവമാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ആ ഓർമ്മ ഉണ്ടായാൽ കൊള്ളാം. കൃത്യസമയത്ത് ഈ മെഡിസിൻസ് കൊടുക്കണം. മെഡിസിൻ പോലെ തന്നെ പ്രധാനമാണ് ആഹാരം. അക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. ശ്രദ്ധിച്ചോളാം ഡോക്ടറെ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ തുറന്ന യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് നീങ്ങാൻ. ആവനാഴിലുള്ള മുഴുവൻ ആയുധം പുറത്തെടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചാ മോള് നേര് പറയണം. ഞാൻ ഓച്ചിറയ്ക്ക് ഭജന ഇരിക്കാൻ പോയപ്പോ ഇവിടെ മോൾക്ക് നേരെ ചൊവ്വ ആരും ഭക്ഷണം ഒന്നും തന്നില്ലേ? അയ്യോ, അങ്ങനൊന്നുമല്ല. ഭക്ഷണമൊക്കെ തന്നു. ആര് തന്നു? ഗോമതിയോ ആമിയോ? മോൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്ന? ആഹാരം കഴിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമെല്ലാം വരുമായിരുന്നോ? ഞാനില്ലാത്ത നേരം നോക്കി അവര് നിന്നെ പെടുത്തി കൂട്ടിയല്ലേ? ഇല്ല മുത്തശ്ശി. ആമി ചേച്ചിക്കും ഗോമതി ചേച്ചിക്കും എന്നോട് വലിയ കാര്യമായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്റെ മോളെ, നീ ഈ പറയുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടും പിന്നെ ഇവിടെ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടുമാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ പറയാതെ തന്നെ ഇവിടെ നടന്നതൊക്കെ എനിക്ക് ഊഹിക്കാം. ഒരു കാര്യവുമില്ലാതെ ആമി നിന്നോട് മത്സരിക്കുക അല്ലേ മോളെ? കൂടെ ആ പൂതനയും ചേർന്നു അല്ലേ? ദയവേത് മുത്തശ്ശി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്.
എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. നീ ആരെയും ഭയക്കുന്നേ? ആമിയാണോ? ഞാൻ ആരെയും ഭയക്കുന്നില്ല. ഞാൻ പറഞ്ഞ സത്യം മുത്തശ്ശി. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ആരും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുമില്ല. ശരി, സമ്മതിച്ചു. നീ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എന്റെ വെറും ഊഹങ്ങളാ. അത്രയല്ലേ ഉള്ളൂ. നാളെ ഇത് അങ്ങനെയല്ലെന്ന് ഞാൻ അറിയാൻ ഇടവരാതിരിക്കട്ടെ.